മലയാളികളുടെ പ്രിയപ്പെട്ട MGS നാരായണൻ വിടവാങ്ങിയിരിക്കുന്നു. വലിയ ദുഃഖത്തിലാണ് മലയാളക്കര. നമുക്കൊപ്പം ചെയ്യുന്നത് MGSൻ്റെ സന്തത സഹചാരി PC ഗോപിയാണ്. എപ്പോഴും MGSനൊപ്പമാണ് കാണാറുള്ളത്. ഈ വലിയ വിയോഗം വലിയ വേദനയാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും. എങ്ങനെയൊക്കെയാണ് ആ ഓർമ്മകൾ 24-നൊപ്പം പങ്കുവയ്ക്കുന്നത്? ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കാരണം വായനയിലൂടെയാണല്ലോ ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് 6 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. എനിക്ക് അതന്നെ ഏറ്റവും വലിയൊരു നേട്ടമല്ലേ. അതായത് ക്ലാസിക്കൽ പുസ്തകങ്ങൾ തന്നെ, അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു. അതിന് പുറമെ മാഗസിനിൽ വരുന്ന ലേഖനങ്ങളും കാര്യങ്ങളും വായിച്ചു കൊടുക്കും. പത്രം വായിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു താല്പര്യം കുറവാണ്. കാരണം പത്രം വായിക്കും, അത് അങ്ങനത്തെ പത്രങ്ങളൊക്കെ വായിക്കുള്ളൂ. അല്ലാത്ത പത്രങ്ങൾ ആദ്യം വായിക്കാൻ നിൽക്കില്ലല്ല. ഈ പുസ്തകങ്ങൾ തന്നെയാണ് അധികം അദ്ദേഹം. അതായത് ഭക്ഷണം, പുസ്തകം, വായന, അത് വളരെ ആസ്വദിക്കുന്ന ഒരു സംഭവം കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് എനിക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ 6 വർഷമായിട്ട് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഈ നിമിഷത്തിൽ ഓർത്തെടുക്കുന്ന ഹൃദയസ്പർശിയായിട്ടുള്ള നിമിഷങ്ങൾ? സന്തോഷമാണ്. അദ്ദേഹം പോയത് വളരെ സന്തോഷമാണ്. അത് അങ്ങനെ കിടക്കാതിരിക്കുന്നതല്ലേ. ആകെ 2-3 ആഴ്ചയായിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ അദ്ദേഹം വേദനിക്കുന്നത് നമുക്ക് വേദനിക്കുന്ന കാര്യം. അത്രമാത്രം അദ്ദേഹം അത്രയും നിസ്വാർത്ഥനായ ഒരു വ്യക്തിയാണ്. സ്നേഹം മാത്രമേ ഉള്ളൂ, പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. ഞാൻ എത്ര 160 ആളെ നോക്കിയാൽ കണ്ടതിൽ ഏറ്റവും, കാരണം നമുക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരാളെ അനുഭവത്തിൽ പഠിച്ച്. അങ്ങനെ ഒരാളുണ്ട്, നമുക്കറിയില്ലല്ലോ അങ്ങനത്തെ ഒരാളുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ലല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ സ്വാർത്ഥമായിട്ടുള്ള ജീവിതവും കാര്യങ്ങളൊക്കെയാണല്ലോ. നുണ പറയില്ല, പിന്നെ നുണ പറയില്ല. നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എത്താൻ നേരം വൈകി കഴിഞ്ഞാൽ നുണ പറഞ്ഞിട്ടായിരിക്കും ചെല്ലുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് തോന്നും, അയ്യോ അദ്ദേഹത്തിനോട് നുണ പറഞ്ഞല്ലോ എന്ന്. ഈ നുണ പറയുന്നതിന് തന്നെ ഒരു അറുതി കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ്. അത്രമാത്രം നമ്മൾ സ്വയം ഫിൽട്ടറായി ചെയ്തു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം കടക്കാതെ പോയത് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ വിചാരിച്ചു, കാരണം പല ആൾക്കാരെ നോക്കിയത് 90 പല രീതിയിലും വല്ലാതെ നരകിച്ച് മരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ 3 ആഴ്ച, അതിൻ്റെ അപ്പുറത്തേക്ക് അത് തന്നെ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഞാൻ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്ത്രീയാണ് അവർ ഫുൾ ടൈം ബേബിയേട്ടാ എന്ന് ഞാൻ ബേബിയേട്ടാന്ന് വിളിക്കൽ ഒരു സംഭവം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കാരണം അദ്ദേഹം എന്ന് പറയുന്നത്, ഇനി അങ്ങനെ ഒരാൾ നമുക്ക് ഈ പരിചയം. ഇപ്പോൾ 167ാമത്തെ ആളാണ് അദ്ദേഹം. ഇപ്പോൾ ഒരു കളക്ടറുണ്ട്, ഒരു ജഡ്ജിയുണ്ട്, പിന്നെ ഇരിങ്ങാടൻപള്ളി ഒരാളുണ്ട്. അവരുടെ അടുത്തൊക്കെ 1 മണിക്കൂർ പോയി കൂളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ ഞാൻ അദ്ദേഹത്തിനാണ് ചിലവഴിക്കൽ. അദ്ദേഹത്തിന് മുഴുവൻ സമയമല്ല, വൈകുന്നേരം രാവിലെയും. വേദന ഉണ്ട്, ഒന്ന് പൊട്ടി കരണമെന്നുണ്ട്. വലിയ വേദനയിലാണ് PC ഗോപി. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.